അതിൻ്റെ ട്രെൻഡ് ലൈൻ ഉണ്ട്, മുകളിലൊരു ഡാർക്ക് ലൈൻ, മുകളിലത്തെ റെസിസ്റ്റൻസ്, താഴത്തെ സപ്പോർട്ട്, മിഡിലായിട്ട് 3 ലൈൻസ് കാണുന്നുണ്ടോ? ഈ 3 മുകളിലെ റെഡ്, താഴത്തെ റെഡ്, നടുവിൽ ബ്ലൂ, ഇതിനുള്ളിലാണ് അതിന് ഏത് ഇൻസ്ട്രുമെൻറ്റും ആയിക്കോട്ടെ, നിങ്ങൾ ഏത് ടൈം ഫ്രെയിമും ആയിക്കോട്ടെ, ടൈം ഫ്രെയിം അനുസരിച്ചിട്ട്, ഇൻസ്ട്രുമെൻ്റ് അനുസരിച്ചിട്ട്, ട്രെൻഡ് അനുസരിച്ച്, അപ്പ് സൈഡ് ആണെങ്കിലും ഡൗൺ സൈഡ് ആണെങ്കിലും, പ്രൈസ് ഏത് സ്റ്റോക്കിലായിക്കോട്ടെ ഏതിലും ആയിക്കോട്ടെ, പ്രൈസ് ഇതിനുള്ളിലാണ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നിൽക്കുകയാണെങ്കിൽ, അത് ലോവർ ടൈം ഫ്രെയിമോ ഹയർ ടൈം ഫ്രെയിംസോ ആണെങ്കിൽ അവിടെ അത് ഒരു നല്ല എൻട്രി പൊസിഷൻ അല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എയ്തർ അപ്പ് സൈഡ് ഓർ ഡൗൺ സൈഡ് പ്രൈസ് എന്ത് സംഭവിക്കണം, ഒന്നുകിൽ ഇതിൻ്റെ 50% നിന്നും മേളിൽ പോയി റീട്രേസ് ചെയ്ത് വീണ്ടും മുകളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ എൻട്രിയിലേക്ക് പോകുക. അല്ല, ഇതിനെ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എൻട്രിയിലേക്ക് പോകാം. ഇല്ല, അതേമാതിരി ഈവൻ ഡൗൺ സൈഡിലാണെങ്കിലും നിങ്ങൾ പ്രൈസ് 50 നിന്ന് താഴെ വന്നു വീണ്ടും തിരിച്ച് മേളിലേക്ക് പോവുകയാണെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരിക്കലും ട്രേഡിലേക്ക് പോകരുത്. അതടുത്ത പോയിൻ്റ്. മൂന്നാമതൊരു പോയിൻ്റ് എന്താണ്? ഇനി ഡൗൺ സൈഡിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ പ്രൈസ് താഴെ വരുന്ന എങ്ങനെ മെത്തേഡായിരിക്കും? ഒന്നിലിങ്ങനെ വരും, ഒന്നിട്ട് തിരിച്ച് ബൗൺസ് ചെയ്യാം, വീണ്ടും തിരിച്ച് താഴ്പോട്ടേക്ക് വന്നിട്ട് വീണ്ടും തിരിച്ച് ഇങ്ങനെ വന്നേക്കാം, വീണ്ടും തിരിച്ചിങ്ങനെ വന്നിട്ട് വീണ്ടും ബൗൺസിലേക്ക് വരാം, വീണ്ടും ഇത് ബ്രേക്ക് ചെയ്ത് ഈ ഒരു റേഞ്ച് ചെറിയൊരു റീട്രേസ്മെൻറ്റ് കൊടുത്തിട്ട് പിന്നെ വരുന്ന സമയത്ത് നിങ്ങൾ എൻട്രിയിലേക്ക് പോയാൽ നിങ്ങൾക്ക് താഴ്പോട്ടേക്കുള്ള എൻട്രി കറക്റ്റ് ആയിരിക്കും. ഇത് എൻട്രി മെത്തേഡാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ആസ്പെക്റ്റിൽ ഇങ്ങനെ തന്നെ വരണം നിർബന്ധമില്ല. ഓൾമോസ്റ്റ് ഇത് സൂചിപ്പിക്കുന്ന പോയിന്റ് എന്താണ്? Investments in the securities market are subject to market risk. Read all the related documents carefully before investing.